ലോകം സൃഷ്ടിച്ച ശക്തനാം ദൈവം കാലം പൂർത്തിയാം നേരത്തിലെന്നാൾ എൻ്റെ അടുത്ത് വന്ന് എൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ ആർക്ക് സദൃശനാണെന്ന് ഞാൻ വ്യക്തമാക്കാം. ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത മനുഷ്യനോട് സദൃശനാണവൻ. വെള്ളപ്പൊക്കമുണ്ടാവുകയും ഒഴുക്ക് അതിന്മേൽ ആഞ്ഞടിക്കുകയും ചെയ്തു. എന്നാൽ ആ വീടിനെ അളക്കാൻ കഴിഞ്ഞില്ല. എന്തെന്നാൽ അത് ബലിഷ്ഠമായി പണിയപ്പെട്ടിരുന്നു. വചനം കേൾക്കുകയും എന്നാൽ അതനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഉറപ്പില്ലാത്ത തറമേൽ വീട് പണിതവന് തുല്യൻ. ജലപ്രവാഹം അതിന്മേൽ ആഞ്ഞടിച്ചു, ഉടനെ അത് നിലംപതിച്ചു. ആ വീടിൻ്റെ തകർച്ച വലുതായിരുന്നു. ഭവനം പണിയുന്നതിലെ പ്രാവീണ്യമല്ല ഇവിടെ വിഷയം, മറിച്ച് യേശുവിലുള്ള അടിയുറച്ച വിശ്വാസത്തിൻ്റെ പ്രാധാന്യമാണ്. ക്രിസ്തു ഈ രൂപകം ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. 2 ചിന്തകളാണ് ഇതിനോടനുബന്ധിച്ച് നമ്മുടെ മനസ്സിലേക്ക് വരിക. ആദ്യമേ തന്നെ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യം ചിന്തിക്കാം. നമ്മുടെ പ്രവൃത്തികൾ എപ്രകാരമുള്ളവയാണ്? ദീർഘകാലം നിലനിൽക്കുവാൻ വേണ്ടി മൂല്യമുള്ള വസ്തുക്കളും ആശയങ്ങളും തിരഞ്ഞെടുത്ത് നല്ല തയ്യാറെടുപ്പോടെയാണോ നമ്മുടെ ജോലികൾ നാം ചെയ്യുന്നത്? തീർക്കാനായി ചെയ്തു തീർക്കുന്ന പ്രവൃത്തികളും നിലനിൽക്കാനായി ചെയ്യുന്ന പ്രവൃത്തികളും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് നമുക്കറിയാം. നല്ല പണിക്കാർ ഉറപ്പുള്ള പാറമേലാണ് കെട്ടിടം പണിയുക. എല്ലാ ജോലികളുടെ കാര്യത്തിലും ഈ ചിന്തകൾ ബാധകമാണ്. ഓരോ വാക്കിനും പ്രവൃത്തിക്കും ദൂരവ്യാപകമായ ഭാവി കണ്ടുകൊണ്ട് വേണം നമ്മുടെ തീരുമാനങ്ങളും ആലോചനകളും. രണ്ടാമതായി, ക്രിസ്തു ഉദ്ദേശിച്ച വിശ്വാസത്തിൻ്റെ ആഴത്തെക്കുറിച്ച് ചിന്തിക്കാം. ക്രിസ്തുവാകുന്ന പാറമേൽ പണിയപ്പെട്ട ഭവനമാണോ നമ്മുടെ വിശ്വാസ ജീവിതം? അതോ ഉപരിപ്ലവമായ ഒരു വിശ്വാസമാണോ നമുക്കുള്ളത്? യേശു തൻ്റെ വചനങ്ങൾ കേട്ട് അതനുസരിച്ച് ജീവിക്കുന്നവരെക്കുറിച്ചാണ് ഉറപ്പുള്ള പാറമേൽ പണിയപ്പെട്ട വീട് എന്ന് പറയുന്നത്. ബാഹ്യമായി മാത്രം ക്രൈസ്തവരായി ജീവിക്കാതെ എല്ലായ്പ്പോഴും ആഴമേറിയ വിശ്വാസമനുസരിച്ച് ജീവിക്കുന്നവരാണ് യഥാർത്ഥ ക്രിസ്ത്യാനി. ഫ്രാൻസിസ് പാപ്പായും ഈ കാര്യം എടുത്തു പറയുന്നുണ്ട്. പ്രയാസങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും വേദനകളുടെയും വീഴ്ചകളുടെയും ഒക്കെ കാറ്റും പേമാരിയും ആഞ്ഞടിക്കുമ്പോൾ പിടിച്ചു നിൽക്കുവാൻ ഈ പാറമേൽ പണിത വിശ്വാസം ആവശ്യമാണ്. നമ്മുടെ വിശ്വാസ ജീവിതം ക്രിസ്തുവാകുന്ന പാറമേൽ പണിതുയർത്താനുള്ള ഉത്തരവാദിത്വവും നമുക്ക് തന്നെയാണുള്ളത്. ഫ്രാൻസിസ് മാർപ്പാപ്പ ഇപ്രകാരം പറയുന്നു: ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിന് ഉറപ്പ് നൽകുന്നത്. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്ന ദൈവം നമുക്കൊപ്പമുണ്ടെന്നൊരു ചിന്ത ഏത് കാറ്റിലും കോളിലും വേദനകളിലും ഉപേക്ഷകളിലും പരീക്ഷണ സാഹചര്യങ്ങളിലും ധൈര്യപൂർവ്വം മുന്നോട്ടു പോകാൻ നമ്മെ സഹായിക്കും. അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാണ് നമ്മുടെ ദൈവം.